നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. പെപ് ഗാർഡിയോളയെ ഇങ്ങനെ കാണേണ്ടി വരുന്നത് ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. പെപ്പിൻ്റെ മാനേജർ കരിയറിൽ, അതായത് കോച്ചായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെയൊന്നും മുമ്പ് ഉണ്ടായിട്ടേയില്ല. ഇന്നലെ സാന്റിയാഗോ ബെർണാബൂവിൽ പൊട്ടിയതോടെ 13ാമത്തെ തോൽവിയാണ് ഈ സീസണിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. 13 തോൽവികളൊന്നും ഒരിക്കൽ പോലും ഒരു സീസണിലും മാനേജറായ പെപ്പിന് നേരിടേണ്ടി വന്നിട്ടില്ല. Pep Guardiola has now suffered 13 defeats in a single competitive season for the first time in his coaching career. സിറ്റിയുടെ കാര്യമോ? സിറ്റി UCLന്റെ റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്യാതെ വരുന്നത് ഫോർ ദി ഫസ്റ്റ് ടൈം സിൻസ് 2012 and 13. സോ നിരാശയുണ്ടാക്കുന്ന കണക്കുകളാണ് ഇതൊക്കെ. മാഞ്ചസ്റ്റർ സിറ്റി 2024-25 സീസണിൽ ഉവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജും ഇപ്പോൾ ഈ ഒരു പ്ലേ ഓഫും അടക്കം കളിച്ചിട്ട്, അതായത് 11 കളി കളിച്ചിട്ട് അവർ വിജയിച്ചത് 3 കളികളാണ്. 30% അവരുടെ വിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദെയർ വേഴ്സ്റ്റ് ഫിഗേഴ്സ് ഇൻ എ സിംഗിൾ ക്യാമ്പയിൻ സിൻസ് 2014-15. 2014-15 ശേഷം ആദ്യമായിട്ടാണ് ഇത്ര മോശമായിട്ടുള്ള ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് അവർക്ക് വരുന്നത്. അന്ന് 2 വിജയങ്ങൾ 25% അന്നത്തെ വിന്നിംഗ് പെർസെൻറ്റേജ്. സോ പെപ് ഗാർഡിയോളയുടെ ടീമിന് തിരികെ വന്നേ പറ്റൂ. ഈ സീസൺ നോക്കുക, എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി 40 കളികൾ കളിച്ചു. അതിൽ 19 വിജയങ്ങൾ, 8 സമനില, 13 തോൽവികൾ. 54.2% മാത്രമാണ് വിന്നിംഗ് പെർസെൻറ്റേജ്. 87 ഗോളുകൾ അടിച്ചു, തിരികെ 60 എണ്ണം വാങ്ങി. 62.5% ആണ് അവർക്ക് ബോൾ പൊസിഷൻ ഉള്ളത്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കുന്നു. പ്രീമിയർ ലീഗിൽ 4ാം സ്ഥാനത്താണ്. അവർക്ക് കിരീടത്തിലേക്ക് പോകാൻ ഇനി ബുദ്ധിമുട്ടാണ്. അങ്ങനെ വളരെ വളരെ പരിതാപകരമായിട്ടുള്ളൊരു പെർഫോമൻസ് ഇങ്ങനെയൊന്ന് പെപ്പിൻ്റെ മാനേജർ കരിയറിൽ ഉണ്ടായിട്ടേയില്ല. അദ്ദേഹം പക്ഷേ സിറ്റിയിൽ തനിക്ക് തുടരണമെന്നാണ് പറയുന്നത്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.